ശേഷം ഞങ്ങൾ യാത്ര വന്നിരിക്കുകയാണ്. എവിടെയമ്മേ? നാംഡോളിംഗ് മൊണാസ്ട്രി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരളത്തിലെ യാത്രകൾ കണ്ടുമടുത്ത് ഇന്ന് ഞങ്ങൾ പോകുന്നത് കർണാടകത്തിലെ കുടകിലോട്ടാണ്. കോഴിക്കോടും മലപ്പുറത്തും ഉള്ളവർക്കും കുറ്റ്യാടി, മാനന്തവാടി വഴി കുട്ട, വിരാജ്പേട്ട് വഴി കുടക്, ഇതാണ് എളുപ്പവഴി. പക്ഷേ ഞങ്ങൾ പോയത് വേറെ റൂട്ടാണ്. കർണാടകയിലെ കുടകിൽ പോകുമ്പോൾ മെയിനായിട്ടും പോയിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. കൊടും കാടിലൂടെയുള്ളൊരു യാത്ര നല്ലൊരു അനുഭവമായിരുന്നു. ടൈഗർ റിസർവ് ആയതുകൊണ്ട് പലതരം മൃഗങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിച്ചു. മിനിമം കാട്ടുപോത്തിനെങ്കിലും കാണുമെന്ന് കരുതി പെട്ടെന്നാണ് ക്യാമറയിലെ മാനെ കിട്ടിയത്. ഞങ്ങൾ 2 ഫാമിലി വെളുപ്പിന് 3 മണിക്കാണ് യാത്ര തിരിച്ചത്. മിനിമം 6 മണിക്കെങ്കിലും എത്തിയാലാണ് ഇവിടെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ. ടൈഗർ റിസർവിലെ ഓപ്പണിംഗ് സമയം രാവിലെ 6 മണി മുതൽ രാവിലെ 9 വരെയും വൈകിട്ടാണെങ്കിൽ 3 മണി മുതൽ 5 മണി വരെയാണ്. ഗൂഗിൾ മാപ്പ് വഴി നോക്കി വരുമ്പോൾ നാഗർഹോളെ ചെക്ക് പോസ്റ്റ്, നാഗർഹോളെ സഫാരി ബുക്കിംഗ്, നാഗർഹോളെ നാഷണൽ പാർക്ക് ഇങ്ങനെയൊക്കെ കാണും. ഗൂഗിൾ മാപ്പിൽ നാഗർഹോളെ സഫാരി ബുക്കിംഗ് എന്നടിച്ചു വരുന്നതാണ് നല്ലത്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6:30 മുതൽ 9 വരെയും വൈകിട്ട് 3 മണി തൊട്ട് 5 മണി വരെയുമാണ്. ഈ സമയമൊക്കെ ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷം ചെക്ക് പോസ്റ്റിൽ ചോദിച്ച് മനസ്സിലാക്കിയ സമയമാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സമയമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് സഫാരി ബുക്കിംഗ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് നേരത്തെ വരാൻ ശ്രമിക്കണം. ഞങ്ങൾക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വണ്ടി മുന്നോട്ട് കുറേ യാത്ര ചെയ്തപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാനിനെയൊക്കെ കാണുന്നുണ്ടല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നാഗർഹോളെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ ഏകദേശം ടൈഗർ റിസർവിൻ്റെ ബോർഡറിലെത്തിയപ്പോൾ ഏകദേശം രാവിലെ 10:30 വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് നേരെ മൈസൂരിലോട്ട് പോകുമ്പോൾ പക്ഷേ മൈസൂർ റൂട്ട് കുടകിലെത്താൻ കൂടുതൽ ദൂരമുള്ളതുകൊണ്ട് ഞങ്ങൾ നാഗർഹോളെ ടൈഗർ റിസർവിൽ ഒന്നും കണ്ടില്ല എന്നുള്ള ക്ഷീണം തീർക്കാൻ വേണ്ടി കുട്ട വഴി ഞങ്ങൾ പിന്നെ കുടകിലോട്ട് പോകാമെന്ന് കരുതി. കുട്ട ഒരു കാടൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അവിടെ എന്തെങ്കിലും കാണുമെന്ന് കരുതി ഞങ്ങൾ തിരിച്ച് കുട്ട വഴി കുടകിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് കുടകിലെ ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന നാംഡോളിംഗ് മൊണാസ്ട്രിയിൽ എത്തി. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നു. ഇങ്ങോട്ട് കയറാൻ ടിക്കറ്റ് ഒന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എൻട്രൻസ് കവാടൊക്കെ കടന്ന് ഉള്ളിലോട്ട് നടന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ആണെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ കണ്ടുപിടിക്കും. ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തെത്താറായപ്പോഴേക്കും പിന്നെ ടിബറ്റൻ ആചാരപ്രകാരമായിട്ടുള്ള പ്രത്യേകതരം ശബ്ദത്തോടു കൂടി ഒരു മുഴക്കം കാതിൽ കേട്ടു തുടങ്ങി. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് എവിടെ നമ്മൾ വന്നേക്കുന്നത്? ഗോൾഡൻ ടെമ്പിൾ.
അപ്പൊ നമുക്കിനി അകത്തോട്ട് പോവാം. ഓക്കെ വാ വാ വാ. ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കുടക് ജില്ലയിലെ ബൈലക്കുപ്പയിലാണ്. ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണത്. കുശാൽ നഗർ മൈസൂർ പാതയിലാണ് ഇതുള്ളത്. 1995 നിർമ്മാണം ആരംഭിച്ച ഗോൾഡൻ ടെമ്പിൾ ഏകദേശം 1999 ഭക്തർക്കായി തുറന്നു കൊടുത്തത്. ഗോൾഡൻ ടെമ്പിളിന്റെ പുറത്തായിട്ട് ടിബറ്റൻ വസ്ത്രങ്ങൾക്ക് ഇണങ്ങി 2 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയാൻ ഞാനും വേദോട്ടിയും കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. ടിബറ്റൻ ഭാഷയായതുകൊണ്ട് അവർ പറയുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാനും വേദോട്ടിയും കൂടി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് അവരവിടെ ഇരിക്കുന്നത് ഡൊണേഷന് വേണ്ടിയാണെന്ന്. അങ്ങനെ ഞങ്ങൾ കൊടുത്തു കുറച്ച് ഡൊണേഷൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഗോൾഡൻ ടെമ്പിളിലെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോയി. ഇതവിടുത്തെ ഗോൾഡൻ ടെമ്പിളിന്റെ മിനിയേച്ചർ വേർഷനാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തോട്ട് പോയപ്പോൾ വീണ്ടും കുറെ ടിബറ്റൻ ലാമമാരുടെ പൂജകൾ നടക്കുന്നുണ്ടായിരുന്നു. കുടകിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഈ വീഡിയോയുടെ അവസാന ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.